ഇടുക്കിയിലെ സത്രം പരമ്പരാഗത കാനനപാതയിൽ ശരണമിളി മുഴങ്ങി തുടങ്ങി. കാനനപാതയിലൂടെ ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടു തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ 7 മുതൽ ഉച്ചതിരിഞ്ഞ് 2 വരെയാണ് ഈ കടത്തിവിടുക. കാരണം കടുത്ത മൂടൽമഞ്ഞ് കാരണം 3/4 മണിക്കൂർ വൈകിയാണ് കാനനപാതയിലേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ചത്. സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, എന്താണ് സത്രം വഴിയുള്ള കാനനപാതയിലെ ദൃശ്യങ്ങൾ, വിശേഷങ്ങൾ? സത്രത്തിൽ രാവിലെ 7:45 കൂടിയാണ് ആദ്യ ഭക്തനെ സന്നിധാനത്തേക്ക് കടത്തിവിട്ടത്. ഇവിടെ പ്രത്യേക പരിശോധനകളും സംവിധാനങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ കൗണ്ടറിൽ നിന്ന് പാസ് എടുത്ത ശേഷം വനം വകുപ്പിന്റെ ചെക്കിംഗ് നടത്തിയ ശേഷമാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ അവിടെ പരിശോധിച്ച് അത് ക്രമീകരിച്ച ശേഷമാണ് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. വനം വകുപ്പ് വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഈ കാനനപാതയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ ഓരോ 1/2 കിലോമീറ്റർ ഇടവിട്ട് കുടിവെള്ളം, കൂടാതെ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഈ വനത്തിനുള്ളിൽ വിവിധയിടങ്ങളിലായി വാച്ചർമാരെ നിയോഗിച്ചുകൊണ്ട് വന്യമൃഗശല്യം ഉൾപ്പെടെയുള്ളവ തടയാനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തിരുന്ന വാർത്തയാണ്, അല്ലെങ്കിൽ മുമ്പ് ഇവിടുത്തെ ഒരു ദുരവസ്ഥ എല്ലാം തന്നെ വിവരിച്ച് വാർത്ത ചെയ്തിരുന്നതാണ്. നമ്മൾ മുമ്പ് കേട്ട വാർത്തകൾ പോലെ തന്നെ സത്രത്തിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു അഭാവം അത് വലിയ രീതിയിൽ അയ്യപ്പ ഭക്തർക്ക് ഒരു വെല്ലുവിളിയാകുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിവിടെ വന്ന് ഇന്ന് രാവിലെ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ കേട്ടത് അത്തരത്തിലുള്ള ഒരു പരാതിയാണ്, ഒരു ഭക്തന്റെ പരാതിയാണ് നമ്മൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ആദ്യം തന്നെ കേട്ടത്. ശരി, മാണ് ഇവിടെയുള്ളത്. അതുകൂടാതെ പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ 15ഓളം ശുചിമുറികൾ കഴിഞ്ഞ വർഷം നിർമ്മിച്ചവയുണ്ട്. പക്ഷേ അവയൊന്നും തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഭീമമായ തുക മുടക്കി സമീപത്തെ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വകാര്യ വ്യക്തികളുടെ അടുത്തുപോയി ഈ ശുചിമുറി ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്കുള്ളത്. കൂടാതെ ഈ കാനനപാതയിലടക്കം അല്ലെങ്കിൽ റോഡിന്റെ സൈഡുകളിലടക്കം ഈ മറ്റ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കേണ്ട ഒരു ദുരവസ്ഥയിലാണ് ഈ സത്രത്തിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുമുള്ളത്.